നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ നല്ല വാലുവേഷനിൽ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതായത് സ്റ്റോക്ക് SIPകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്ക് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? നമ്മൾ അധികം ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്നും പഠിക്കാതെ തന്നെ ഏറ്റവും വലിയ സെക്ടറിലെ ഏറ്റവും ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ അങ്ങനെ നിൽക്കുന്ന ഏറ്റവും വലിയ കമ്പനികളാണ് നിഫ്റ്റി 50 വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് ക്വാളിറ്റി പൊതുവേ ഉണ്ടാവും. നിഫ്റ്റി 50 ഉള്ള അത്രയും കാലം നമുക്ക് അതിൻ്റെ അകത്ത് SIPകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആക്സിസ് ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെക്നിക്കലി ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചൊന്ന് നോക്കാം. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനിൽ 2020 തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ട്രെൻഡ് ലൈൻ നല്ലൊരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനോട് അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാക്റ്റ് ആയി ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിലേക്ക് കുറച്ചും കൂടെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ചാർട്ടിൽ ഈ ഒരു റീജിയൻ നല്ലൊരു സോണാണ്. എന്തുകൊണ്ടാണ്? നല്ല രീതിയിൽ അത് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും സപ്പോർട്ടും ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു റീജിയനിൽ വീണ്ടും ഡിമാൻഡ് ജനറേറ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റീജിയനിൽ നമുക്ക് ചെറിയ SIPകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഓൾ ടൈം ഹൈ 1350 പോയതിന് ശേഷം ഇപ്പോൾ 1172 കിട്ടുന്നത്. ഈ ഒരു റീജിയനിൽ നമുക്ക് നല്ലൊരു വാലുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് കിട്ടുന്നത്. അതായത് ഒരു 180 200 രൂപ ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15% എബോവ് നമുക്കൊരു ഡിസ്കൗണ്ട് ഈ ഒരു സ്റ്റോക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നിഫ്റ്റി 50 കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ആവറേജിങ്ങൾ, ചെറിയ സ്റ്റോക്ക് SIPകൾ സിസ്റ്റമാറ്റിക്കായിട്ട് എൻട്രീസ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതല്ല ആ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് കണ്ടെത്തി ചെറിയ SIPകൾ ചെയ്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആക്സിസ് ബാങ്കിനോട് താല്പര്യമുള്ളവർ മാത്രം ഇതിൻ്റെ അകത്ത് SIPകൾ നടത്തുക. മറ്റൊരു കമ്പനിയാണ് ONGC. അപ്പോൾ ഈ ONGCയും ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു വാലുവേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ വലിയൊരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 24 വർഷത്തെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2015 ഈ ഒരു 300 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് 2024 അതിന് മുകളിൽ ഒരു മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ആ ഒരു റീജിയനിലേക്ക് റീടെസ്റ്റിന് വേണ്ടി വരുവാണ്. അപ്പോൾ ഒരുപക്ഷെ സർവൈവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മുകളിലേക്ക് വളരെ വലിയ അപ്സൈഡ് ടാർഗറ്റുകൾ കിട്ടാൻ സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു സോണായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയനും നല്ലൊരു സോണാണ്. അപ്പം ഇപ്പം നമുക്ക് 292 ലാസ്റ്റിംഗ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം 350 വരെ ഹൈ പോയ ഒരു സ്റ്റോക്കാണ്. 340 350 അടുത്ത് പോയ ഒരു സ്റ്റോക്കാണ്. ഒരു 40-50 രൂപ 50 രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടുന്നത്. ഏകദേശം 15% എബോവ് ഡിസ്കൗണ്ടിലാണ് ഈ ഒരു സ്റ്റോക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നു, ക്ലിയർ ആയിട്ട് ബ്രേക്കൗട്ട് തന്നു, വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് വന്നു. ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്ത് ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു റീജിയനിൽ നമുക്ക് ചെറിയ എൻട്രി എടുക്കാം. അതല്ല ഈ റീജിയൻ ബ്രേക്ക് ഡൗൺ തന്നാണ് വരുന്നതെങ്കിൽ ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ആവറേജിങ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? SIP ആയിട്ട് സ്റ്റോക്ക് SIP ചെയ്യുന്നത് ഇത് ക്വാളിറ്റി ഉള്ളത് ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. സെക്ടറിലെ 1, 2, 3 കമ്പനികളായതുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് ഇടാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരിക്കലും അഡ്വൈസ് അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് മാത്രം, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീമിയം മെത്തേഡ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അങ്ങനെ നല്ല സ്റ്റോക്കുകൾ വാലുവേഷനിൽ വരുന്നതനുസരിച്ച് കുറേശ്ശെ എമൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.